പത്തനംതിട്ടയിൽ നിന്നാണ് കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ബി.ജെ.പി. നേതാക്കൾ. നെല്ലിക്കൽ മുരളീധരൻ ഫൗണ്ടേഷന്റെ അവാർഡ് ദാന ചടങ്ങിനിടെയാണ് സംഭവം. ദളിത് വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടെയായിരുന്നു പ്രസംഗം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. കാണാം ദൃശ്യങ്ങൾ. ഈ വീട് ഇന്ത്യയാണ്, ഈ വീട് നമ്മുടെ നാടാണ്. പേടിച്ചല്ലാതെ ഈ വീട്ടിൽ കഴിയാൻ സാധ്യമല്ല. അല്പം ആശ്വാസം തരുന്നത് നമ്മുടെ കേരളമാണ്. അതുകൊണ്ടാണ് പ്രണയിച്ച പുരുഷനെ കല്യാണം കഴിക്കാനായി പ്രണയിനി ആ മനുഷ്യനോടൊപ്പം കേരളത്തിലേക്ക് വരുന്നത്. കേരളീയരെ അവരെ കല്യാണം കഴിപ്പിക്കുന്നു. പക്ഷേ വടക്കേന്ത്യയിലുള്ള ആക്രോശം നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? രാഷ്ട്രീയ സങ്കടമാണ് ഞാൻ പറയുന്നു. എന്റെ സങ്കടമാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയമല്ല, ഞങ്ങളൊന്നുമല്ല. ഞാൻ പറയട്ടെ, എന്നിട്ട് എന്താണെന്നറിയോ? അവിടെ നിന്ന് വടക്കേന്ത്യ എന്നുള്ള ഒരു 10 വർഷം കേട്ടോ. പത്തനംതിട്ടയില് ഇവിടെ ഞാൻ പറയട്ടെ ഓക്കെ, ഞാനൊരു രാഷ്ട്രീയ കവിയാണ്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് എതിർ ശബ്ദമുയർന്നത് സദസ്സിൽ നിന്ന്. അപ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർ ശബ്ദത്തെ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു ഭാഗത്തു നിന്ന്. എന്താണ് സംഭവിച്ചത്? പിന്നീട് ഈ പ്രതിഷേധം ഉയർത്തിയവരെയൊക്കെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നോ? അനുജ, എന്തായാലും ഈ പ്രതിഷേധിച്ച ആളുകളെ പിന്നീട് അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് കുരീപ്പുഴ ശ്രീകുമാർ തന്റെ പ്രസംഗം തുടർന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിൽ നെല്ലിക്കൽ മുരളീധരൻ ഫൗണ്ടേഷന്റെ അവാർഡ് ദാന ചടങ്ങിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. രാജ്യത്തെ ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൃശൂർ പൂരവും വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ച് കുരീപ്പുഴ ശ്രീകുമാർ പ്രസംഗിക്കുന്നതിനിടെ ഈ അടുത്ത കാലത്ത് നടന്ന കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വിഭാഗം ബി.ജെ.പി. പ്രവർത്തകർ നേതാക്കളുടെ സാഹചര്യത്തിൽ അവിടെ കടന്നു വരികയും കുരീപ്പുഴ ശ്രീകുമാറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയുമായിരുന്നു. ഒരു തരത്തിലും രാഷ്ട്രീയ പ്രസംഗം ഇവിടെ നടത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ബി.ജെ.പി. നേതാക്കൾ നിലപാടെടുത്തിരുന്നത്. ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റ് പ്രതാപചന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു കുരീപ്പുഴ ശ്രീകുമാറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയത്. വിവിധ വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് കുരീപ്പുഴ ശ്രീകുമാർ സംസാരിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, താനിത് പറയും, ഇതൊന്നും ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറയുന്നതല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മോശമാണ്, കേരളം ഏറ്റവും മികച്ച നിലയിലുള്ള സംസ്ഥാനമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഇത് ബി.ജെ.പി. പ്രവർത്തകരെ പ്രകോപിതരാക്കുകയായിരുന്നു. അതേ തുടർന്നുകൊണ്ടാണ് ബി.ജെ.പി. പ്രവർത്തകർ കുരീപ്പുഴ ശ്രീകുമാറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയത്. എന്തായാലും പിന്നീട് ആ പ്രസംഗം തടസ്സപ്പെടുത്തിയവരെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം ആ ചടങ്ങ് തുടർന്നു എന്നതാണ് ഷിജോ കുര്യൻ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.